ഹായ് ഓൾ, ഞാൻ ദാ രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് കട്ടൻ ചായ വെക്കാം. ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായയാണ് പതിവ് രാവിലെ. പിന്നെ ഞാൻ കട്ടൻ ചായയിൽ ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ. ഇഞ്ചി ചതച്ചിട്ട്, ഒരുപാടല്ല, കുറച്ചിടും. ഇവിടെ ചെറുതായിട്ട് മഴയുണ്ട്. എൻ്റെ വെള്ളം ഇതാ അപ്പോഴേക്ക് തിളക്കുന്നുണ്ട്. തിളച്ചാൽ നമുക്കത് ഇത്തിരി ചായപ്പൊടി, ഒരുപാട് ചായപ്പൊടി ഇടാറില്ല, അങ്ങനെ സ്ട്രോങ് ചായ ആക്കാറില്ല, കട്ടൻ ചായ ആക്കാറില്ല. ലൈറ്റായിട്ട് പൊടിയിട്ട് നല്ലോണം തിളപ്പിക്കും. അപ്പോൾ നമ്മളെ കട്ടൻ ചായ റെഡിയായി. ഇനി എന്ത് വേണം? ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നീർദോശയാണ് ആക്കാൻ പോകുന്നത്. തലേന്ന് ഞാൻ പച്ചരി പൊതിർത്തി വെച്ചിട്ടുണ്ട്, അത് ജാറിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് ചോറും തേങ്ങയും ഇടാം കേട്ടോ. ഞാൻ മടിച്ചിട്ട് തേങ്ങ ഇട്ടിട്ടില്ല. അരച്ചതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിക്കണം നീർദോശക്ക്. ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ഈ നീർദോശ ആക്കുമ്പം പുറത്തൊക്കെ തെറിക്കുമല്ലോ. അത് വൃത്തിയാക്കാനുള്ള മടി കാരണം ഞാൻ അധികം വെള്ളം ഒഴിക്കാറില്ല. ശരിക്കും നന്നായി വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കിട്ടും. അതിന് കണക്കായിട്ട് നല്ല വൃത്തിയിൽ കിട്ടും ദോശ. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ആക്കാറ്. എന്നാലും കുറച്ചൊക്കെ തെറിച്ചിട്ടുണ്ടാവും സൈഡിൽ. പിന്നെ നീർദോശ പിന്നെ ആരും തിരിച്ച് മറിച്ചിടാറില്ലല്ലോ, അങ്ങനെ തന്നെ മടക്കിയെടുക്കലല്ലേ. ഞാൻ പിന്നെ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് മൊരിയണം, അതുകൊണ്ട് ഞാൻ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാറാണ്. ഇപ്പോൾ ഇന്നലത്തെ ചെറുപയർ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നീർദോശയും ചെറുപയർ കറിയും. ഇനി ഞാൻ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് മോരൊഴിച്ചിട്ട് പുളിങ്കറി വെക്കില്ലേ, വെള്ളരിക്ക പുളിങ്കറിയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ വെള്ളരിക്ക മുറിച്ച് അത് നന്നായിട്ട് കഴുകിയിട്ട് അത് കുക്കറിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിലാണ് ഇടാറ്. അധികം വെള്ളം ഒഴിക്കരുത്. 5-6 വിസിലിൽ നമ്മൾ വെള്ളരിക്ക വേവും. ആ സമയം നമുക്ക് എന്ത് വേണം? തേങ്ങ ചിരവണം അല്ലേ. തേങ്ങ ചിരവി അതിൽ ജീരകം പച്ചമുളകും ഇട്ട് അരച്ചെടുക്കണം. അരവ് നന്നായി മുറിഞ്ഞതിന് ശേഷം തൈര് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചാൽ നമ്മൾ അരവ് റെഡിയാവും. ഇപ്പം വെള്ളരിക്ക വെന്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ നമ്മൾ തൈര് ഒഴിച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കറിവേപ്പില ഇട്ട് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യാം. അന്നേരം വേണ്ടുന്ന ആവശ്യത്തിന് ഉപ്പും അല്ലെങ്കിൽ വെള്ളമൊക്കെ വേണമെങ്കിൽ അന്നേരം നോക്കിയിട്ട് ആഡ് ചെയ്യണം. പിന്നെ എന്ത് വേണം? നമുക്ക് വറവിടണം അല്ലേ. വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പിലയും വേണമെങ്കിൽ ഇടാം. അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചാൽ പുളിങ്കറി റെഡിയായി. പുളിങ്കറി ആക്കുന്ന സമയത്ത് ഞാൻ ചോറ് ആക്കാൻ വേണ്ടിയിട്ട് അരി തിളച്ചു. ഇനി അത് റൈസ് കുക്കറിലേക്ക് മാറ്റുകയേ വേണ്ടൂ. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും വറവാക്കണം അല്ലേ. ഞാനിന്ന് പയറും ക്യാരറ്റും കൂടെ വറക്കാമെന്ന് വിചാരിക്കുന്നു. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അത് പയർ മുറിച്ചിട്ടു, പിന്നെ ക്യാരറ്റ് മുറിച്ചിട്ടു, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ മിക്സ് ചെയ്തതൊക്കെ ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് സിമ്മിൽ അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ വറവ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് കടുക് പൊട്ടിച്ച് അതിലേക്ക് മുറിച്ച് വെച്ച പയറും ക്യാരറ്റും ഇടുവാണ്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഇപ്പോൾ പയറ് വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഫ്രൈ ഉണ്ടാക്കാം. ഫ്രൈ ഞാൻ മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പെരക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ എപ്പോഴും വാഴയില വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യൽ. വാഴയില വെക്കുമ്പോൾ അധികം എണ്ണ ഉപയോഗിക്കണ്ടല്ലോ. അതിൽ കറിവേപ്പിലയും ഇട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് സിമ്മിൽ തന്നെയാണ് ആക്കാറ്. ഇപ്പോൾ നമ്മളെ ഫ്രൈ 2 ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈയും റെഡിയായി. എന്നാൽ ഇനി ഊണ് കഴിക്കാം അല്ലേ. ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു ഊണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. കാണിച്ച ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്